ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഗുരുജി നമുക്ക് ഈ ആഴ്ച തന്നിരിക്കുന്ന വിഷയം ഗുരുസേവ എന്നതാണ്. ഗുരുസേവ എന്നാൽ ഗുരുവിനെ സേവിക്കുക എന്നതാണ് അർത്ഥം. ഈ ഒരു വിഷയം ഭൗതിക വ്യവഹാരങ്ങളിലും അതുപോലെ ആധ്യാത്മിക തലത്തിലും ഈ രണ്ട് തലങ്ങളിലും നിന്ന് നമുക്കൊന്ന് പരിശോധിക്കാൻ ശ്രമിക്കാം. ഭൗതിക വ്യവഹാരങ്ങളിൽ നമ്മൾ കാണുന്ന അധ്യാപകർ, പല വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ, അവർക്കെല്ലാം തന്നെ അവരുടെ ജീവിതത്തിൽ അവരുടെ ഔദ്യോഗിക വൃത്തിയിൽ നിൽക്കുമ്പോൾ അവർക്കെല്ലാം തന്നെ ഒരു ലക്ഷ്യമുണ്ട്. അപ്പോൾ ആ ലക്ഷ്യം എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഉദാഹരണത്തിന് ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുന്നു. അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ നിന്ന് ആ അധ്യാപകന് കിട്ടുന്ന സംതൃപ്തി എന്നുള്ളത് പൂർണ്ണമായിട്ടും തൻ്റെ ശിഷ്യരെ ആസ്പദമാക്കി അല്ലെങ്കിൽ ശിഷ്യരെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ എത്രത്തോളം തൻ്റെ അറിവുകൾ, തനിക്ക് മനസ്സിലായിട്ടുള്ള അറിവുകൾ തൻ്റെ ശിഷ്യർക്ക് എത്രത്തോളം നന്നായിട്ട് മനസ്സിലാകുന്നുവോ, അവർ എത്ര തന്നെ ഉയർന്ന രീതിയിൽ അത് അപ്ലൈ ചെയ്യുന്നുവോ, അവർക്ക് അതിൽ നിന്ന് അവരെത്രത്തോളം സക്സസ്ഫുൾ, അതായത് ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് അവരെ എത്രത്തോളം സക്സസ്ഫുൾ, അത് ഒരു പരീക്ഷയിലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു എക്സാമിനേഷൻ, ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു പരീക്ഷ ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള പരീക്ഷയായാലും അവർക്ക് അതിലെത്രത്തോളം അവർക്ക് വിജയിക്കാൻ സാധിക്കുന്നുവോ, അവർ താൻ പഠിപ്പിച്ച പാഠങ്ങൾ എത്രമാത്രം താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉൾക്കൊണ്ടിട്ടുണ്ടോ, അതിൻ്റെ പൂർത്തീകരണം നടക്കുമ്പോഴാണ് ഒരു അധ്യാപകൻ യഥാർത്ഥത്തിൽ തൻ്റെ ഔദ്യോഗിക വൃത്തിയിൽ നിന്ന് ഒരു സംതൃപ്തി ഉണ്ടാകുന്നത്, അതായത് ഒരു ആനന്ദം ഉണ്ടാകുന്നത്. അപ്പോൾ ഭൗതിക ജീവിതത്തിൽ നമ്മൾ അടങ്ങുന്ന എല്ലാ അധ്യാപകരുടെയും എല്ലാവരുടെയും സന്തോഷമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ആനന്ദമെന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ശിഷ്യർക്ക് എത്ര നന്നായിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന പാഠങ്ങൾ മനസ്സിലാകുന്നുവോ, അവർ അതിൽ നിന്ന് ആ ഒരു പാഠത്തെ ആസ്പദമാക്കി എത്ര തന്നെ ഉയർന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നുവോ, മാത്രമല്ല ആ ചോദ്യങ്ങളിൽ നിന്ന് അവർ തന്നെ എങ്ങനെ ഉത്തരങ്ങൾ, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഉത്തരങ്ങൾ അവർ എത്ര തന്നെ നന്നായിട്ട് ഗ്രഹിക്കുന്നുവോ, അതുപോലെ തന്നെ പരീക്ഷകളിൽ അവർ എത്ര നന്നായിട്ട് അത് പെർഫോം ചെയ്യുന്നു, അതിൻ്റെ റിസൾട്ട് അവർക്ക് എത്ര നന്നായിട്ട് കിട്ടുന്നു, ആ റിസൾട്ടിൻ്റെ വിജയം. അപ്പോൾ ഇതാണ് ഒരു അധ്യാപകനെ സംബന്ധിച്ച് ഏറ്റവും ആനന്ദമുണ്ടാകുന്ന ഒരു നല്ലൊരു ക്ലാസ് എടുത്ത് പൂർണ്ണമായിട്ടും നന്നായിട്ട് കുട്ടികളെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഒരു ക്ലാസ് എടുത്തിട്ട് ഇറങ്ങുമ്പോഴുണ്ടാകുന്ന ഒരു ആനന്ദം എന്ന് പറയുന്നത് അത് വളരെ ഉയർന്ന തരത്തിലുള്ള ഒരു ആനന്ദമാണ്. ഇനി നമ്മൾ ആധ്യാത്മിക തലത്തിലേക്ക് നീങ്ങാം. അപ്പോൾ ആധ്യാത്മിക തലത്തിൽ നമ്മളുടെ ഗുരു എന്നുള്ള ആ ഒരു സങ്കല്പത്തിന് വളരെ ഉയർന്ന, അധ്യാപകരെക്കാളും എല്ലാം ഉയർന്ന തലത്തിലുള്ളൊരു സങ്കല്പത്തിലാണ് ഗുരുവിനെ നമ്മളുടെ സംസ്കാരത്തിൽ, ഭാരതീയ സംസ്കാരത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഗുരു എന്നാൽ നമ്മളെ അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരു ശക്തിയാണ്. അപ്പോൾ അന്ധകാരത്തിലാണ്ട് നിൽക്കുന്ന നമ്മളെ, അതായത് സാധകരെ, ആ ഒരു അഹംഭാവത്തിലും ആ ഒരു ഇടുങ്ങിയ ചിന്താഗതിയിൽ നിന്നും നമ്മളെ ഉയർന്ന കോൺഷ്യസ്നെസ്സിൻ്റെ വാസ്റ്റ് ഡെപ്തിലോട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ നമ്മളെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്ന ആ ഒരു ശക്തിയാണ് ഗുരു എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഗുരുവിനെ നമുക്ക് എങ്ങനെ സേവിക്കാൻ കഴിയും എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാവുന്നതാണ്. ഓരോ ഗുരുക്കന്മാർക്കും ഓരോ ലക്ഷ്യമുണ്ട്. അതായത് എല്ലാ എൻലൈറ്റൻഡ് ബീയിങ്സും, ആത്മസാക്ഷാത്കാരം നേടിയ എൻലൈറ്റൻഡ് ആയിട്ടുള്ള എല്ലാ ബീയിങ്സും തിരികെ ഭൂമിയിലേക്ക് ഗുരുവായിട്ട് വരണമെന്നില്ല. വളരെ തിരഞ്ഞെടുക്കപ്പെട്ട എൻലൈറ്റൻഡ് ആയിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ട വളരെ കുറച്ചു പേർ മാത്രമാണ് ഭൂമിയിൽ ഗുരു രൂപത്തിൽ ജന്മമെടുക്കുന്നത്. അപ്പോൾ ആ ഗുരുക്കന്മാർക്ക് അവരുടേതായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട്. അതായത്
ഈ ഒരു പാതയിലോട്ട് കടന്നു വന്നവരെ, അതായത് സാധകരെ, ആത്മനിരീക്ഷണം നടത്താൻ തുടങ്ങിയവരെ, അല്ലെങ്കിൽ ആത്മാന്വേഷികളെ, അത്തരം ആത്മാന്വേഷികളെ തിരഞ്ഞു പിടിച്ച് അവരുടെ കൈ പിടിച്ച് അവരെ ഗുരുവിൻ്റെ പാതയിലോട്ട് നടത്തിക്കുക. അതാണ് ഗുരുവിൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിൽ ഗുരുവിന് സാക്ഷാത്കാരം ലഭിക്കുക, അല്ലെങ്കിൽ ആ ഒരു ജന്മത്തിന് പൂർണ്ണത ലഭിക്കുക എന്നുള്ളത് തൻ്റെ ശിഷ്യർ എത്രമാത്രം തൻ്റെ പാതയിലോട്ട് നടന്ന് മുന്നേറി എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും. അതായത് ആത്മീയ പാതയിലോട്ട് കടക്കുന്ന എല്ലാവരെയും ഗുരുവിൻ്റെ പാതയിലൂടെ കടത്തി ഗുരു കടന്നു പോയിട്ടുള്ള ആ ഇടുങ്ങിയ പാതയിലൂടെ സഞ്ചരിച്ച് അവിടുത്തെ കല്ലും മുള്ളും എല്ലാം ചവിട്ടി മുന്നേറി എത്രത്തോളം ഡിവോട്ടഡ് ആയിട്ട് അൺഡിവൈഡഡ് അറ്റൻഷനോടുകൂടി എത്രത്തോളം മുന്നോട്ട് സഞ്ചരിച്ച് ആ ഗുരുവിൻ്റെ പാതയിലെത്തി, ഗുരുവിൻ്റെ പാതയിലോ അല്ലെങ്കിൽ ഗുരുവിനപ്പുറമോ എത്തുക. അതിലാണ് ഗുരുവിൻ്റെ ജന്മസാക്ഷാത്കാരം നടക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ശിഷ്യന് ഗുരുവിനെ സേവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഗുരുവിൻ്റെ ഈ യഥാർത്ഥ ലക്ഷ്യം അറിഞ്ഞ് പ്രവർത്തിക്കുമ്പോഴാണ്. അതായത് വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് ഒരു ഗുരുവിനെ ലഭിക്കുക എന്നുള്ളത്. അതായത് പൂർണ്ണമായിട്ടും ഈ ഭൂമിയിൽ വന്ന് അവതരിച്ച് ആത്മസാക്ഷാത്കാരത്തിന് ഒരു വ്യക്തിയെ സഹായിക്കാനായിട്ട് നമ്മൾക്ക് നിരന്തരം ആശയവിനിമയം ചെയ്തും സംശയ നിവാരണം നടത്തിയും സാധനകളിൽ ഏത് തരത്തിലുള്ള ചേഞ്ചസ് വരുത്തണമെന്ന് മനസ്സിലാക്കിയും ഏതെല്ലാം രീതിയിൽ ജീവിതക്രമങ്ങൾ ചിട്ടപ്പെടുത്തണമെന്ന് മനസ്സിലാക്കിയും നമ്മൾ കറക്റ്റ് ഗൈഡൻസിൽ കൂടി നടത്തുന്ന ഒരു ശക്തിയാണ് ഗുരു എന്ന് പറയുന്നത്. ഗുരുവിനെ നമുക്ക് ലഭിക്കുമ്പോൾ തന്നെ നമുക്കെല്ലാം അറിയാവുന്നതാണ്. നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, നമ്മുടെ ആന്തരികമായിട്ടുള്ള നിരീക്ഷണങ്ങൾ എത്രമാത്രം ഉയർന്നിട്ടുണ്ട്, നമ്മൾ എത്രത്തോളം ബാഹ്യമായിട്ട് നമ്മൾ മറ്റുള്ളവരെ എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കുന്നു, അതിൽ നിന്ന് മാറി എത്രത്തോളം സെൽഫ് സെൻറ്റേർഡായിട്ട്, അതായത് സ്വാർത്ഥരായിട്ട് എന്നല്ല, എത്രത്തോളം തന്നിലെ ചെളിയും അഴുക്കും ഒക്കെ എത്രത്തോളം അത് വൃത്തിയാക്കി അത് കളയുക. അതായത് അതിനെ ഏറ്റവും അധികം നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ശക്തിയാണ് ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗുരു പറഞ്ഞു തരുന്ന സാധനകൾ അത് എത്രത്തോളം നമ്മൾ നന്നായിട്ട് ആ ഒരു സാധനകൾ നടത്തുന്നു, അതുപോലെ തന്നെ സാധനയോട് കൂടെ അറിയേണ്ടതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ജ്ഞാനവും സാധനയും ഇറ്റ് ഗോസ് ടുഗെദർ. അതായത് സാധനയോടൊപ്പം തന്നെ ജ്ഞാനം ആർജിക്കുക. അതായത് എന്താണ് കറക്റ്റ് ഡയറക്ഷൻ, ഏതാണ് നമ്മുടെ പാത, ഈ പാതയിലോട്ട് പോകാൻ ഇനി ഈ പാതയിൽ നമ്മൾ സഞ്ചരിക്കാൻ എത്രമാത്രം ദൂരമുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും ഈ പാതയിലൂടെ സഞ്ചരിക്കുമ്പോഴുണ്ടാകുന്ന തടസ്സങ്ങൾ, ആ തടസ്സങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലുള്ള തടസ്സങ്ങൾ തന്നെയാണ്. അല്ലാതെ ബാഹികമായിട്ടുള്ള എല്ലാ വൃത്തികളും എല്ലാം സുഖപ്രദമായിട്ട് ഇനി സാധന ചെയ്ത് മുമ്പോട്ട് പോകാം എന്ന് ഒരിക്കലും ഒരു വ്യക്തിക്കും ചിന്തിക്കാൻ കഴിയുകയില്ല. അത് ഏത് തരത്തിലുള്ള ഒരു ഉയർന്ന ഔദ്യോഗിക വൃത്തിയിൽ അല്ലെങ്കിൽ ഉയർന്ന എത്ര ആനന്ദകരമായിട്ടുള്ള സന്തോഷകരമായ ജീവിതം നയിക്കുന്ന ഒരാളായാലും ആന്തരികമായിട്ടുള്ള സ്വന്തം വൃത്തികളും സ്വന്തം ചിന്തകളും എല്ലാം സ്വയം മനസ്സിലാക്കി ആത്മനിരീക്ഷണം നടത്തി മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ ആ ഒരു പാത വെളിച്ചമുള്ളതായി തീരുകയുള്ളൂ. മാത്രമല്ല ഇതിൽ കറക്റ്റായിട്ടുള്ള നോളജ് വളരെ അത്യാവശ്യമാണ്. അതായത് യഥാർത്ഥ നോളജ് ഇല്ലാതെ നമ്മൾ റോങ് ഡയറക്ഷനിൽ കൂടി, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യുന്നു, ഒരു ടെസ്റ്റിന് അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷന് പ്രിപ്പയർ ചെയ്യുന്നു. എത്ര കഠിനമായിട്ട് നമ്മൾ ജോലി ചെയ്താലും, എത്ര മണിക്കൂർ ട്രെയിനിങ് എടുത്താലും, എത്ര പ്രാവശ്യം റിഹേഴ്സൽ എടുത്താലും കറക്റ്റ് ഡയറക്ഷനോട് കൂടി അല്ലെങ്കിൽ ഒരു വിന്നർ ആവാനുള്ള ക്രൈറ്റീരിയ എന്തൊക്കെയാണ് എന്നുള്ളത് അറിഞ്ഞ് ആ രീതിയിലുള്ള ഒരു പഠനക്രമം ചിട്ടപ്പെടുത്തിയാൽ മാത്രമേ ആ പരീക്ഷയിൽ വിന്നർ ആവാൻ സാധിക്കുകയുള്ളൂ.
അല്ലാതെ എത്രമാത്രം സാധന ചെയ്യുന്നു, എത്ര സമയം സാധന ചെയ്യുന്നു എന്നുള്ളതൊന്നും ഇതിന് ബാധകമല്ല. നമ്മുടെ ആ ഒരു ജ്ഞാനം ലഭിച്ച് അതിൽ നിന്ന് അതിൻ്റെ കൂടെ സാധനയും അതേപോലെ മുമ്പോട്ട് പോകുമ്പോഴാണ് കറക്റ്റ് ഡയറക്ഷനും അതുമാത്രമല്ല ദൈർഘ്യവും, നമ്മൾ പാതയുടെ ദൈർഘ്യം കുറയുകയുമുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു തോട്ട് വന്നു കഴിഞ്ഞാലും പോസിറ്റീവായാലും നെഗറ്റീവായാലും ആ ഓരോ തോട്ടും എല്ലാം ഒരു തോട്ടിൽ നിന്നാണ് എല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ ചെറിയ ഒരു തോട്ട് വന്നാലും, ഒരു നെഗറ്റീവ് തോട്ട് വന്നാലും അത് നെഗറ്റീവ് ആണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിനെ മാറ്റാൻ ശ്രമിക്കാതെ, കാരണം ചിലപ്പോൾ അത് മാറ്റിയാൽ തന്നെയും അതൊരു ഇംപ്രഷനായിട്ട് അവിടെ കിടക്കുകയും വേറൊരു സമയത്ത് അതിൻ്റെ പൂർണ്ണ ശക്തിയിൽ പുറത്തു വരികയും ചെയ്യും. അപ്പോൾ ഒരു നെഗറ്റീവ് തോട്ടായാലും അതിനെ ഭയക്കുകയും എന്നിൽ ഇത്തരം വാസനകൾ വന്നു എന്ന് വിചാരിച്ച് പരിഭ്രാന്തരാകാതിരിക്കുകയും അതിനെ ഒരു ഡോക്ടർ ഒരു സർജറി ചെയ്യുന്നത് പോലെ ഇത് എവിടെ നിന്ന് വന്നു, എനിക്ക് ഏതൊരു അവസ്ഥയിലാണ് ഇത്തരം ഒരു തോട്ട് വന്നത്, അല്ലെങ്കിൽ ഇതിലേക്ക് എന്നെ നയിച്ച ഘടകം എന്താണ് എന്നുള്ളതെല്ലാം വ്യക്തമായി മനസ്സിലാക്കി അതിൻ്റെ യഥാർത്ഥ ഡയമെൻഷനിൽ കണ്ടാൽ അത് തന്നെ ഒരാളുടെ റിയലൈസേഷന് കാരണമാകും. അപ്പോൾ ഒരു നെഗറ്റിവിറ്റി പോസിറ്റിവിറ്റി എന്നൊന്നും നമ്മുടെ തോട്ട്സിനെ നമ്മൾ കാണേണ്ട കാര്യമില്ല. എല്ലാത്തിനെയും അതിൻ്റെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കി ഇതിൻ്റെ ഉറവിടം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി ആ ഉറവിടത്തിനെ അഴിച്ചു പണിയുക. അങ്ങനെ വരുമ്പോൾ അത് യഥാർത്ഥ ജ്ഞാനത്തിൽ കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതിനു വേണ്ടി നമ്മൾ നിരന്തരം സാധകരുമായിട്ടും യോഗി ശ്രേഷ്ഠന്മാരുമായിട്ടും അതുപോലെ തന്നെ ആത്മീയ ഗ്രന്ഥങ്ങൾ, ഭഗവത്ഗീത പോലുള്ള ആത്മീയ ഗ്രന്ഥങ്ങൾ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കണം. അതിനുവേണ്ടി ധാരാളം സമയം സെൽഫായിട്ട് എന്നും കണ്ടെത്തുകയും വേണം. അപ്പോൾ ഈ രീതിയിൽ മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മൾ ആ ഗുരുവിൻ്റെ ലക്ഷ്യത്തിലോട്ട് നടന്നെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഗുരുവിൻ്റെ ലക്ഷ്യത്തിലോട്ട് നടന്നെടുക്കുകയാണ് യഥാർത്ഥ സേവ എന്ന് പറയുന്നത്. അതിനുവേണ്ടിയുള്ള ഈ ആത്മീയ പാതയിൽ ആ ഒരു ജേണി എന്ന് പറയുന്നത് വളരെ കഠിനമായിട്ടുള്ള അതൊരു ഒറ്റയടി പാതയുമാണ്. അതിനെ പിടിക്കാനായിട്ട് നമുക്ക് ആരും തന്നെ ഇല്ല. അതായത് ഓരോരുത്തരും ഇവോൾവ് ചെയ്ത് അതിൻ്റെ സമയം അനുസരിച്ച് അവരുടെ ആത്മീയ യാത്ര മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഗുരുവിനെ നമുക്ക് സേവിക്കാൻ സാധിക്കുക, നമ്മൾ ആ ഗുരുവിൻ്റെ ലക്ഷ്യമറിഞ്ഞ് ആ രീതിയിൽ ഓരോ സാധകരും അവരുടെ പാത എന്താണെന്നുള്ളത്, ഏത് തരത്തിലുള്ള സാധനയാണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഏത് ലെവലിലാണെന്നുള്ളത് മനസ്സിലാക്കി ആ മൈൻഡിൻ്റെ ലെവലും അവരവരുടെ വാസന എന്താണെന്നുള്ളത് മനസ്സിലാക്കി, വാസനകൾ പ്രബലമായിട്ട് നിൽക്കുന്ന വാസനകൾ എന്താണോ ആ വാസനകളെ കഠിനമായിട്ട് നിയന്ത്രിക്കാനും ഒരു ചേഞ്ച് അതിൽ വരുത്താനും ശ്രമിക്കാതെ അതിനെ നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സാധനയിലോട്ട് മുമ്പോട്ട് പോകുമ്പോൾ തന്നെ പതിയെ വാസനകളെല്ലാം കെട്ടടങ്ങുകയും അതുപോലെ തന്നെ പ്രാണായാമം മുതലായ യോഗങ്ങൾ അതുപോലുള്ള യോഗാഭ്യാസങ്ങൾ പരിശീലിക്കുമ്പോൾ തന്നെ കുറേയൊക്കെ മനോനിയന്ത്രണവും ആത്മനിയന്ത്രണവും ലഭിക്കുകയും അവരവരുടെ സാധനയിൽ പൂർണ്ണമായിട്ടുള്ള ആ ഒരു ഏകാഗ്രതയാണ് ഒരു വ്യക്തിയുടെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും എല്ലാം അടിസ്ഥാനമായിട്ടുള്ള ഒരു വസ്തുത എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഏകാഗ്രത നിലനിർത്തിക്കൊണ്ട് സാധന പൂർത്തീകരിക്കുകയും അങ്ങനെ വരുമ്പോൾ ഗുരുവിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുകയും ഗുരുവിൻ്റെ കൂടെ നമ്മൾ സഞ്ചരിക്കുന്ന ആ ഒരു അവസ്ഥയിലോട്ട് വരികയും നമുക്ക് എല്ലാ പ്രപഞ്ച ഘടകങ്ങളും നമ്മളെ ഫെസിലിറ്റേറ്റ് ചെയ്ത് നമ്മുടെ യാത്രയ്ക്ക് സഹായിക്കുന്ന രീതിയിൽ പ്രപഞ്ച ഘടകങ്ങളെല്ലാം തന്നെ ഒഴിഞ്ഞു മാറി നമ്മുടെ യാത്രയ്ക്ക് സഹായിക്കുന്ന രീതിയിൽ നമ്മൾക്ക് നമ്മളെ കൊണ്ടുപോകുന്ന അവസ്ഥയിലോട്ട് മാറുന്നതായിട്ടും നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ
അപ്പോൾ അത് തന്നെയാണ് യഥാർത്ഥ സേവ എന്ന് പറയുന്നത്. ഗുരുവിൻ്റെ സേവ, ഗുരുവിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സേവ എന്ന് പറയുന്നത് ഓരോ സാധകരുടെയും ആത്മീയ പുരോഗതി തന്നെയാണ്. ആ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള ആ ഒരു ശക്തി, അനുഗ്രഹവും ഗുരു സമക്ഷത്തിൽ നിന്ന് നമുക്ക് ലഭിക്കട്ടെ. അതുപോലെ സർവകാരുണ്യവാനായ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും, ഉയർന്ന ശക്തിയുടെ ജഗദീശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. പ്രണാമം. ഇന്നത്തെ സത്സംഗ് വിഷയം ഗുരുസേവ. ഗുരു അല്ലെങ്കിൽ ആചാര്യൻ വ്യക്തിപരമല്ലാത്ത ഇംപേഴ്സണൽ തലത്തിൽ നിലനിൽക്കുന്നതാണ്. ശുദ്ധ ബോധതലത്തിലാണ് നിലനിൽക്കുന്നത്. ആ ഗുരുബോധ മണ്ഡലത്തിൽ നാം ശിഷ്യന്മാർക്ക് എത്തിച്ചേരാൻ ധ്യാനവും മറ്റു ആത്മീയ പരിശീലനവും ഗുരുവഴി കിട്ടാനും ഉള്ള സൗഭാഗ്യം നമ്മളുടെ മുൻജന്മ സുകൃതത്തിൻ്റെ ഫലമായിരിക്കാം. ഗുരുബോധ മണ്ഡലത്തിൽ എത്തുമ്പോൾ ബോധത്തിൻ്റെ മറ്റ് പ്രത്യേകതകൾ, ഉദാഹരണം പ്രേമം, ദയ, ക്ഷമ, ശാന്തി അനുഭവിച്ചറിയുമ്പോൾ, ജീവിതം ധന്യമാകുമ്പോൾ ഒരു അഗാധ കൃതജ്ഞതയും പ്രേമവും ഗുരുവിനോട് അനുഭവപ്പെടും. പിന്നെ നമ്മൾക്ക് ഉണ്ടാകുന്ന വേറെ ഒരു പ്രവണത, ഉള്ളിലെ ആ പവർഫുൾ നിശ്ചല സാന്നിധ്യത്തിൻ്റെ അനുഭവം കിട്ടുമ്പോൾ മറ്റു ആത്മീയ ഉത്സുകത ഉള്ളവരോട് കൂടെ പങ്കുവയ്ക്കാൻ എന്നത് തോന്നും. നാം ആനന്ദമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ആ സന്തോഷത്തിൽ നാം അഗാധമായി ഒരു കാര്യം ആഗ്രഹിക്കുന്നതാണ്. എന്തെന്നാൽ ഗുരുവിനോട് ഉള്ള കൃതജ്ഞതയും പ്രേമവും എങ്ങനെ പൂർണ്ണമാക്കാൻ പറ്റും? അതിന് ഏറ്റവും ഉചിതമായ മാർഗം ഗുരുഭക്തിയോട് സേവ ചെയ്യുക എന്നതാണ്. ഒരു ഗുരുസേവ ചെയ്യുക എന്ന് പറയുമ്പോൾ ഗുരുവിൻ്റെ ശ്രേഷ്ഠമായ ദൗത്യങ്ങളിൽ നാം മനസ്സ് ശരീരവും പിന്നെ ധനവും കൊണ്ട് നിസ്വാർത്ഥ സേവനം അനുഷ്ഠിക്കണം. പ്രത്യേകിച്ചും മനസ്സും കൊണ്ട് അഹംബോധ ഇല്ലാതെ ഗുരുസേവ അനുഷ്ഠിക്കണം. ഗുരുവിൻ്റെ ഇൻസ്ട്രക്ഷൻ സദാ പൂർണ്ണമായും സന്തോഷത്തോടെ പാലിക്കേണ്ടതുമാണ്. ഗുരുവിൻ്റെ മുഖ്യ ദൗത്യം നമ്മുടെ മനസ്സിനെ നിശ്ചലമാക്കി ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുക എന്നതാണ്. ഗുരുവിൻ്റെ ഈ ദൗത്യത്തിൽ നാം കൂടെ പങ്ക് എടുക്കണം. അപ്പോൾ ഗുരുസേവയ്ക്ക് നാം ഒരു ജ്ഞാനയജ്ഞം ഏറ്റെടുക്കേണ്ടതാണ്. ജ്ഞാനയജ്ഞത്തിന് 2 ഭാഗം ഉണ്ട്. ഒന്ന്, ഗുരുവിൻ്റെ മഹത്തായ സന്ദേശങ്ങൾ പ്രചരിക്കുക. നമ്മുടെ വീക്ക്ലി സത്സംഗ് വിഷയത്തിനെ ആസ്പദിച്ച് ഉള്ള ടോക്സ് ജ്ഞാനയജ്ഞമാണ്. അതിന് വേറെ ഒരു ഭാഗം എന്താണെന്ന് പറഞ്ഞാൽ, ഈ സന്ദേശങ്ങൾ നിത്യജീവിതത്തിൽ പാലിക്കേണ്ടതാണ്, സാധകർ പാലിക്കേണ്ടതാണ്. അപ്പോൾ ഗുരുവിൻ്റെ മുഖ്യമായ സന്ദേശങ്ങൾ നമുക്കറിയാം എന്തൊക്കെയാണെന്ന്. അതായത് മനുഷ്യ ജീവിതത്തിൽ സർവ്വസാധാരണ ഭൗതിക ജീവിതത്തിനുപരി ഒരു ഉന്നത ശ്രേഷ്ഠമായ ഉദ്ദേശമുണ്ട്. ആ ഉന്നത ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണെന്നും മനസ്സിനെ നിശ്ചലം ആക്കിയാൽ ബാഹ്യ വസ്തുക്കളോടുള്ള തൃഷ്ണയും ഒട്ടലും അഹംഭാവവും ത്യജിച്ചാൽ ആത്മസാക്ഷാത്കാരം സംഭവിക്കുന്നതാണെന്നും മേൽപ്പറഞ്ഞ ത്യജിക്കൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതുമാണ്. അതുകൊണ്ട് അത് നേടാൻ ധ്യാനം പരിശീലിക്കേണ്ടതാണ്. ധ്യാനാത്മക മനസ്സ്
ധ്യാനം വഴി ധ്യാനാത്മക മനസ്സ്, അതായത് നിശ്ചല മനസ്സ് നേടാൻ മൈൻഡ് കൺട്രോളിന് നിരീക്ഷണം, ആന്തരിക നിരീക്ഷണം, ഉള്ളിലെ ചിന്തകളെ സാക്ഷിഭാവത്തിൽ കാണണം, അവയെ തിരിച്ചറിഞ്ഞ് മനനം ചെയ്ത് ഗുരുനിർദ്ദേശങ്ങൾ ഉപയോഗിച്ച് അവയെ ഇല്ലാതെ ആക്കാൻ ശ്രമിക്കേണ്ടതും ആണ്. അങ്ങനെ അന്തർമുഖത്വം ആർജിച്ച് എടുത്ത് മണ്ഡലത്തിലേക്ക് കടക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. ഇവയൊക്കെയാണ് നമ്മുടെ ഗുരു നിർദ്ദേശങ്ങൾ. അവയെല്ലാം നമ്മുടെ ടോക്സിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അതാണ് ഈ ജ്ഞാനയജ്ഞത്തിൻ്റെ ഒരു ഭാഗം. അടുത്ത ആസ്പെക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഗുരുസേവയുടെ രണ്ടാമത്തെ ആസ്പെക്റ്റ് എന്തെന്നാൽ, ഗുരു സന്ദേശങ്ങൾ നിത്യജീവിതത്തിൽ സാധകർ പാലിക്കേണ്ടതാണ്. വർത്തമാനകാലത്തിൽ നിലനിൽക്കുകയും ആന്തരിക നിരീക്ഷണവും സാക്ഷിഭാവവും മനനവും വഴി മൈൻഡ് കൺട്രോൾ നിത്യജീവിതത്തിൽ നടപ്പിലാക്കേണ്ടതാണ്. അങ്ങനെ ആക്റ്റീവ് മെഡിറ്റേഷനും പാസീവ് മെഡിറ്റേഷനും നിത്യവും പ്രാക്ടീസിൽ ഉൾപ്പെടുത്തണം. സഹജമായ ധ്യാന അവസ്ഥയിൽ നിൽക്കേണ്ടതാണ്. അങ്ങനെ ഇതാണ് രണ്ടാമത്തെ ആസ്പെക്റ്റ് ഓഫ് ഗുരുസേവ. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ശിഷ്യന് വിവേചിച്ച് അറിയാനുള്ള കഴിവ് കുറവാണെങ്കിലും ഗുരുവിൻ്റെ പേഴ്സണൽ ഫോമിനോട് അഗാധ പ്രേമവും ഭക്തിയും ഉണ്ടെങ്കിൽ ഇത് രണ്ടും ആ കുറഞ്ഞ വിവേചന ശക്തിയെ കോമ്പൻസേറ്റ് ചെയ്യും. ഗുരുവിൻ്റെ ഉന്നത വ്യക്തിപരമല്ലാത്ത തലത്തിൽ നിന്ന് ഗുരു ആ പ്രേമവും ഭക്തിയും ബേസ് ചെയ്ത് ആ ശിഷ്യനെ ഗുരുവിൻ്റെ ഫോംലെസ് ഫോം അല്ലെങ്കിൽ ഗുരുബോധ മണ്ഡലത്തിലേക്ക് നയിക്കുന്നതാണ്. ഗുരുവിൻ്റെ ഈ ഗുരുകൃപയും മനസ്സിലാക്കി ഗുരുസേവ ചെയ്യേണ്ടതാണ് നാം. എല്ലാ ആത്മബന്ധുക്കൾക്കും ഗുരുഭക്തിയോടെ ഗുരുസേവ ചെയ്ത് അവരുടെ ജീവിതം അർത്ഥവത് ആകട്ടെ എന്ന് ഗുരുകൃപയ്ക്കും ഈശ്വരകൃപയ്ക്കും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ഹരി ഓം. ഹരി ഓം. പ്രിയ ഗുരുജിക്കും സാധകർക്കും പ്രണാമം. ഈ ആഴ്ച നമുക്ക് ലഭിച്ചിരിക്കുന്ന വിഷയം ഗുരുസേവ എന്നതിനെക്കുറിച്ചാണ്. ഗുരു ശിഷ്യബന്ധം എന്നത് പരസ്പര പൂരകത്തിൻ്റെ അടിസ്ഥാനമായ ഒരു ഉദാത്ത മാതൃക തന്നെയാണ്. മറ്റൊരു ബന്ധത്തിൽ നിന്നും വ്യത്യസ്തമായി ഗുരു തൻ്റെ ശിഷ്യനും ശിഷ്യൻ തൻ്റെ ഗുരുവിനോടും പുലർത്തേണ്ട ചില കടമകളും കർത്തവ്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഗുരുസേവയെ കണ്ടെത്തുന്നത്. കാരണം ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിൽ നിന്നാണ് അറിവ് ആർജിക്കുന്നത്. അവനെ ആ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് അവൻ ഗുരുവിൽ നിന്നും ആർജിക്കുന്ന അറിവ് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും തിരിച്ച് ചെയ്യുന്ന ഒരു കടമയുണ്ട്, ഗുരുസേവ. ഗുരു എന്താണോ നമ്മൾ പഠിപ്പിച്ചത് അത് ക്ഷമയും സഹനത്തോടും ആ അറിഞ്ഞ അറിവ് ആർജവത്തോടുകൂടി പകർന്നു നൽകേണ്ട ഒരു കടമയുണ്ട്. എന്താണോ നമ്മൾ ഗുരു ജ്വലിപ്പിച്ച ജ്ഞാനദീപം അത് പ്രജ്വലിപ്പിച്ച് അടുത്ത ഒരു തലമുറയിലേക്ക് അല്ലെങ്കിൽ അടുത്തൊരാൾക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് നമ്മുടെ കർത്തവ്യങ്ങളും കടമകളും പര്യവസാനിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഗുരു ശിഷ്യബന്ധത്തിൻ്റെ ഉദാത്ത മാതൃകകൾ അനേകം നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗുരു എന്നത് ഒരു തത്വമാണ് എന്ന് അംഗീകരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ആ ഗുരു തത്വത്തെ അറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമ്മൾ ആർജിക്കേണ്ടത് അല്ലെങ്കിൽ
എവിടെ നിന്നാണ് നമ്മൾ ആ അറിവ് പകർത്തേണ്ടത് എന്നൊക്കെ മനസ്സിലാകുകയുള്ളൂ. ശരിക്കും ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ഗുരുവിനെ സേവിക്കുക എന്നുള്ളത് ഗുരു പകർന്നു തന്ന അറിവിനെയും ആ അറിവ് ആർജിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് മറ്റുള്ളവരിലേക്ക് പകരുകയും മാത്രമല്ല, അവൻ അവൻ്റെ ജീവിതക്രമം മുൻനിർത്തി മറ്റുള്ളവരിലെ ഒരു മാതൃകയാക്കേണ്ടതായിട്ടുണ്ട്. അവൻ ഉദാഹരണമായി മാറേണ്ടതുണ്ട്. ഇപ്പം ഗുരു ഒരു ശിഷ്യനെ എന്ത് പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ എന്ത് അവനെ മനസ്സിലാക്കുന്നു എന്നത് അവൻ അവിടെ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് മാത്രമാകരുത്. അവൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ ആ പകർന്നു തന്ന കാര്യങ്ങൾ ഒന്നൊന്നായി അവൻ എന്ത് ചെയ്യണം, അവൻ വിശകലനം ആവശ്യമുണ്ട്. മുന്നോട്ടുള്ള യാത്രകളിൽ ഈ എന്താണോ ആർജിച്ചത് അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് അവൻ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതാണ് ആ തത്വം മനസ്സിലാക്കി പോകുന്ന ഒരാൾക്കാണ് ഇരുത്തവും ഗുരുത്വവും എല്ലാം വരികയുള്ളൂ. എല്ലാവർക്കും ആ ഗുരുതത്വം അറിഞ്ഞ് മുന്നോട്ട് പോകാൻ, ആ ഗുരുവിനെ സേവിക്കാനുള്ള മഹാമനസ്കത ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി ഓം. ഹരി ഓം. ഈ ആഴ്ചത്തെ സത്സംഗം ഗുരുസേവ. അപ്പം ഗുരുസേവയെപ്പറ്റി നമുക്ക് ചിന്തിക്കുമ്പോൾ അല്ലെ മനനം ചെയ്യുമ്പോൾ നമുക്ക് ഗുരുവായിട്ടൊരു ബന്ധമുണ്ടാകണമല്ലോ, അല്ലെങ്കിൽ ഒരു പരിചയം അല്ലെങ്കിൽ ഒരു അനുഭവ സമ്പത്തുണ്ടാകണം ഗുരുവുമായി. അപ്പം ഇവിടെ നമ്മളുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള നമ്മളുടെ ഓരോ വ്യക്തികൾക്കും പലതരത്തിലുള്ള മാനസികാവസ്ഥയാണ്. അപ്പോൾ ആധ്യാത്മികമായിട്ട് ആഴത്തിപ്പോകുന്നവർക്കറിയാം ഒരു ഗുരുവിൻ്റെ മഹത്വവും അതിൻ്റെ പ്രാധാന്യവും. എന്നാൽ കുറച്ച് പേര് അങ്ങനെ അല്ലാതെ ഒരു ഗുരു എന്ന് പറയുന്ന ആ ഒരു പിന്നെ മേഖലയിലോട്ട് അല്ലെ ആധ്യാത്മികമായിട്ട് സഞ്ചരിക്കാത്ത വ്യക്തികൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കാം, എന്താ ഇതിൻ്റെയൊക്കെ ആവശ്യകത, അല്ലെങ്കിൽ എന്താണ് ഇതുകൊണ്ട് എന്ത് നേടാനാണ്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ അറിയില്ല. അത് സ്വാഭാവികമായിട്ടും ഉള്ള കാര്യമാണ്. നമുക്കത് അറിയാത്ത മേഖലയെപ്പറ്റി നമ്മൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ചിന്തകളുണ്ടാകാം, അല്ലെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യാം ആ മേഖലകൾ. അപ്പം ഇവിടെ ഗുരു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഗുരു നമുക്ക് അന്ധകാരത്തെ മാറ്റി നമ്മളിൽ പ്രകാശം നിറയ്ക്കുന്നു, അല്ലെ അജ്ഞാനത്തിനെ മാറ്റി അറിവ് നിറയ്ക്കുന്നു, അല്ലെ മോക്ഷത്തിലോട്ട് നമ്മളെ നയിക്കുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് അറിയാം, കുറേ കാര്യങ്ങൾ നമുക്കറിയാം. എന്നാൽ ഗുരുജി നമുക്ക് ഒരു കഥ പറഞ്ഞു തരികയുണ്ടായി, സാധകർക്കെല്ലാം. ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും എപ്പോഴും ഗുരുവിനെ അറിയാൻ പാടായിരിക്കും എന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത് നമ്മളുടെ മൈൻഡിൻ്റെ ഒരു കാൽക്കുലേഷൻസിനും മൈൻഡിൻ്റെ തിങ്കിങ് പ്രോസസ്സിനും ബിയോണ്ടാണ് ആ ഒരു സ്റ്റേറ്റ് അല്ലെ ഒരു അവസ്ഥ. അപ്പം ഗുരുജി പറഞ്ഞൊരു കഥ നമ്മൾ പെട്ടെന്ന് കോട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് ഒരു ആശ്രമത്തിൽ ഒത്തിരിയും ശിഷ്യഗണങ്ങളുണ്ട്. അതിൽ വളരെ പ്രബുദ്ധരായിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, വളരെ ടീച്ചിങ്സിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന, വളരെ മിടുക്കരായിട്ടുള്ള ഒത്തിരിയും സ്റ്റുഡൻസ് ഉണ്ട്. ഒരു സ്റ്റുഡൻറ്റ്
അവൻ അത്ര വലിയ പഠിത്തവും കാര്യങ്ങളും ഒന്നുമില്ല, അത്ര യുക്തിയും കാര്യമൊന്നും ഇല്ലായിരിക്കാം. കൂടാതെ ആ അവിടെ പലവട്ടം ഈ ആശ്രമത്തിൽ മോഷണം പോകുന്നുണ്ട് ആഹാരം. ഈ തിരക്കുള്ളവർ പിന്നീട് കഴിക്കാൻ വയ്ക്കുന്ന ആഹാരം മോഷണം പോകുന്നുണ്ട്. അപ്പം അവരങ്ങനെ ഒരു ദിവസം ആ മോഷണം പോകുന്ന ആഹാരം ആരാന്നറിയാൻ ആഹാരം വെച്ച് അവർ ഒളിച്ചിരുന്ന് നോക്കുമ്പോൾ ഒരു ശിഷ്യൻ ഇത് കട്ടെടുത്ത് കഴിക്കുന്നത് കാണുകയും അദ്ദേഹത്തിനെ പിടിച്ചു നിർത്തുകയും ഗുരുവിൻ്റെ അടുക്കെ കൊണ്ടുപോവുകയും അപ്പം പറഞ്ഞു, ഇവൻ ഇങ്ങനെ മോഷണം ചെയ്യുന്നു, കൂടാതെ വലിയ ശ്ലോകങ്ങളും കാര്യങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ ആധ്യാത്മികമായിട്ടുള്ള പഠനത്തിൽ വളരെ ഇൻട്രസ്റ്റ് ഒന്നും, അല്ലെങ്കിൽ അവൻ അത്ര ക്വാളിഫൈഡ് അല്ല, അല്ലെങ്കിൽ അത്രയൊന്നും അവനെ കൊണ്ട് കഴിവുമില്ല. ഗുരുവിൻ്റെ അടുക്ക് പറയും ഇവനെ ഇവിടുന്ന് പുറത്താക്കണം എന്ന് പറയും. ഗുരു പറയും പോകേണ്ടവർക്കൊക്കെ പോകാം, പക്ഷെ ഇവൻ ഇവിടെ തന്നെ നിൽക്കും, ഇവനെ എങ്ങും വിടത്തില്ലെന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് കുറേ ശിഷ്യന്മാർ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും എല്ലാം ഉണ്ടായി. അങ്ങനെ ഇവൻ അവിടെ ഈ മോഷണം നടത്തിയ ആ ശിഷ്യൻ അവിടെ നിൽക്കുകയും ചെയ്തു. അതിൽ പോകാതെ കറയിരുന്ന ഒരു ശിഷ്യന്മാർ ചോദിച്ചു, എന്താണ് ഗുരു ഇത്രയും മിടുക്കരായിട്ടുള്ള ശിഷ്യന്മാരെ എല്ലാം അങ്ങ് കളഞ്ഞിട്ട് ഇവൻ ഈ ഒരു മോഷണം നടത്തിയ ശിഷ്യനെ മാത്രം ഇവിടെ നിർത്തിയേക്കുന്നതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അവനെ തിരുത്താൻ ഞാനല്ലേ ഉള്ളൂ, അവന് ഞാനല്ലേ ആശ്രയം കൊടുക്കണ്ടേ. മറ്റുള്ളവർ വെളിയിൽ പോയാലും അവർ ജീവിച്ചു പോകാതിരിക്കാം, എന്തായാലും ഇവനെ എനിക്ക് കളയാനൊക്കത്തില്ല, അതിനല്ലേ ഞാനിവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെ അപ്പോൾ ആ ഗുരു നമ്മളെ കാണുന്ന ഒരു ആംഗിളും, കൂടാതെ ആ ശിഷ്യൻ പഠിത്തത്തിൽ കേമനല്ലായിരുന്നു, കൂടാതെ പല അഴുക്കായിട്ടുള്ള വാസനകളുണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും അവന് അവിടെ തന്നെ നിൽക്കാൻ കഴിഞ്ഞു. എന്നാൽ ക്വാളിറ്റി ഉള്ള പലരും അവിടെ നിൽക്കാതെ പോയി. അപ്പം നമ്മൾ ചിന്തിച്ച് നോക്കുക, ആ നിൽക്കാതെ പോയവരുടെ അവസ്ഥ എന്തായിത്തീരും ഫ്യൂച്ചറിൽ, എന്നാൽ നിന്നവൻ്റെ അവസ്ഥ എന്തായിത്തീരും? തീർച്ചയായിട്ടും ഗുരുവിൻ്റെ മുന്നിൽ മിടുക്കനാകുക, അല്ലെങ്കിൽ കഴിവുള്ളവനാകുക, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുന്നത്, ഇതിലൊന്നുമല്ല, ആ ഒരു ഡയമെൻഷനിലൊന്നുമല്ല അത്ര കാര്യങ്ങളിൽ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും അദ്ദേഹത്തിനെ ആശ്രയിക്കുക, അല്ലെങ്കിൽ ആ സറണ്ടറിങ്, അല്ലെങ്കിൽ അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വേറെ ഒരു അവസ്ഥയിലോട്ട് അവൻ പരിവർത്തനപ്പെട്ടു പോകും. അത് സ്വാഭാവികമായിട്ടും അത് സംഭവിക്കും. അപ്പോൾ അത് മൈൻഡ് കൊണ്ട് നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, എന്തവസ്ഥയിലോട്ടാണ് അത് കൊണ്ടെത്തിക്കുന്നതെന്നും. ഒരു ഗുരു ശിഷ്യ ബന്ധം മൈൻഡിന് ബിയോണ്ടായിട്ടുള്ള ഒരു സ്ട്രക്ചറിലൂടെയാണ്, അല്ലെങ്കിൽ ഒരു അവസ്ഥയിലൂടെയാണ് ആ ഒരു പ്ലാറ്റ്ഫോം രൂപപ്പെട്ട് വരുന്നതും സംഭവിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അത് സാധന പ്രാക്ടീസ് ചെയ്യാത്തവർക്ക്, അല്ലെന്നുണ്ടെങ്കിൽ വെളിയിൽ ഇതിനെപ്പറ്റി അറിഞ്ഞും എടുത്തും സംസാരിക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിലും ആ അനുഭവ തലത്തിലോട്ട് പോകാതെ അതിനെ അറിയാൻ സാധിക്കില്ല. എന്നാൽ അറിഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ കൂടെയും അതിൻ്റെ ആഴങ്ങളിലോട്ട് എത്ര പോയി എന്നുള്ളത് നമുക്ക് സാധിക്കും. അത് എത്രമാത്രം നമ്മൾ സഞ്ചരിച്ച് അവിടെ അത് അച്ചീവ് ചെയ്തു എന്നുള്ളത് ഒരു ചോദ്യമാണ്. അപ്പം അങ്ങനെ ഒരു ഗുരുവിൻ്റെ മഹത്വം നമ്മൾ അറിഞ്ഞ് വന്ന് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഗുരുസേവ. എന്താണ് ഗുരുസേവ? അപ്പം ഇന്ന് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് ഗുരുസേവ എന്ന് പറയുന്നത്. നമ്മൾ പല ആശ്രമങ്ങളിലും പോയി സേവ ചെയ്യാറുണ്ട്, അതൊക്കെ നല്ലത് തന്നെയാണ്. അപ്പം ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ അവിടെ ഒരു സേവ ചെയ്യുന്നു, അത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എന്നാൽ നമ്മൾ ഗുരുജിയുടെ കീഴിൽ സാധന ചെയ്തു പോയപ്പോൾ നമുക്കത് ഇച്ചിരൂടെ നമുക്ക് മനസ്സിലായത്, ഗുരുസേവ എന്ത് എന്ന് നമുക്ക് മനസ്സിലായത്, നമ്മൾ ഒരു പെട്ടെന്ന് നമുക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, നമുക്കത് മനസ്സിലാകാൻ, പെട്ടെന്ന് അത് നമുക്കൊന്ന് ഇതിലോട്ട് സഞ്ചരിക്കാനായിട്ട് എല്ലാവർക്കും ഓരോ മനസ്സുണ്ട്. മനസ്സ് എന്ന് പറയുന്നത് സങ്കല്പമാണ്, അത് ഭാവനാലോകമാണ്. അതിന് തീർച്ചയായിട്ടും ഒരു ശക്തിയുണ്ട്, അതിനൊരു മധുരമുണ്ട്. ആ മധുരം ഉള്ളത് കൊണ്ടും അതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് ജീവിക്കുന്നത്. അപ്പം
ഇത് ഈ സങ്കല്പം, ഈ ചിന്തകൾ, ഈ ഭാവനാലോകം ആണല്ലോ നമ്മൾ ഈ ഭാവനാലോകം തന്നെയാണ് ഈ ഭാവനാലോകം തന്നെയാണ് നമ്മളെ മനുഷ്യ, അതായത് എന്താ, ഇപ്പം ജീവഭാവം തന്നെ നമ്മളിൽ നിലനിർത്തുന്നത് ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഈ പറയുന്ന മനസ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മളിലൊരു ജീവഭാവം തന്നെ നിലനിർത്തുന്നത്. അപ്പം ഈ പറയുന്ന ഭാവനാലോകം തീർച്ചയായിട്ടും നമ്മൾ എന്താണ് ഓരോ വ്യക്തികളും ചെയ്യുന്നത്, അവൻ്റെ ആ ഭാവനാലോകമാണ് അവൻ വെളിയിൽ കാണുന്ന പ്രപഞ്ചത്തിലെല്ലാം അവൻ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അവൻ ഇപ്പം ഒരു കലാകാരൻ അവൻ്റെ ആ ഭാവന, ആ തിങ്കിങ് പ്രോസസ്സാണ് അവൻ ആ പ്രകൃതിയിൽ അവൻ ഇടുന്നത്, പ്രകൃതിയിലേക്ക് അവൻ ഇത് ചെയ്യുന്നത്, ആരോപിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അവൻ ആ ഭാവത്തിലായിരിക്കും എല്ലാം കാണുന്നത്. എന്നാൽ ഒരു മരം വെട്ടുകാരൻ കാണുന്ന അവൻ്റെ ഭാവനാലോകവും അവൻ്റെ കാര്യങ്ങളും എങ്ങനെയാണോ കിടക്കുന്നത് ആ രീതിയിലായിരിക്കും അവൻ ആ പ്രകൃതിയെ കാണുന്നത്. ചിലപ്പോൾ ആ മരവും ചെടിയും കാണുമ്പം വേറെ ഒരു ആംഗിളിലായിരിക്കും ചിന്തിക്കുന്നത്. അതിൻ്റെ തടിയുടെ വണ്ണം, അല്ലെങ്കിൽ അത് വിറ്റാൽ, അല്ലെങ്കിൽ ഓരോ ഡയമെൻഷനിലായിരിക്കും ഓരോരുത്തരും കാണുന്നത്. അപ്പം നമ്മളുടെ ഭാവനാലോകം എന്താണോ അത് നമ്മൾ കാണുന്ന വ്യക്തിയിലും വസ്തുവിലുമെല്ലാം നമ്മൾ വരയ്ക്കുകയാണ്. നമ്മൾ ചായം തൂത്ത് അതിനെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കുക, നമുക്കൊരു ക്യാൻവാസ്, ഒരു പേപ്പർ കിട്ടി, ഒരു ക്യാൻവാസ് കിട്ടിയെങ്കിൽ അതിലൊരു മനോഹരമായ ചിത്രം വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ കടൽ വരയ്ക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു കടലിൻ്റെ അങ്ങേ കരയിലൊരു സൂര്യാസ്തമയം, അത് നോക്കി നിൽക്കുന്ന ഒരു വ്യക്തി, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം അതിൻ്റെ സൈഡിൽ ഈ കടലിൻ്റെ തീരം വരയ്ക്കുന്നു. അപ്പം അങ്ങനെ കിളികൾ കടൽ തീരത്തിൻ്റെ അതുവഴി പറന്നു പോകുന്ന ഒരു ചെറിയൊരു ക്യാൻവാസിൽ അതിങ്ങനെ വരയ്ക്കുന്നു. അപ്പോൾ അതിനൊരു കണക്ഷനുണ്ട്. കടലിനോട് ചേർന്ന് ഉള്ള കര, കിളികൾ പറക്കുന്നു, സൂര്യാസ്തമയം, എല്ലാം ഒരു കണക്റ്റഡാണ്. ഇനി ഒരു പടം വരയ്ക്കുന്നു, അതിൽ ഒരു സൈഡിൽ ഒരു ചന്ത വരച്ചു, ഒരു സൈഡിൽ മറ്റൊന്ന് വരച്ചു. ഇപ്പോൾ എന്താ പറയുന്നത്, ഒരു ചന്തയുടെ പടം വരച്ചു, അത് കഴിഞ്ഞിട്ട് വേറെ എന്താ പറയുന്നത്, ഇപ്പോൾ ഒരു അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഇപ്പോൾ ഒരു മദ്യശാല വരച്ചു, അത് കഴിഞ്ഞിട്ടൊരു മനോഹരമായ ഒരു പൂച്ചെടി അല്ലെങ്കിൽ ഒരു പൂന്തോട്ടം വരച്ചു. അപ്പം ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അത് അത് ഇതാക്കുന്നത് പറഞ്ഞാൽ നമ്മളുടെ മൈൻഡിൽ കിടക്കുന്ന ചിന്തകൾ, ഭാവനകൾ ഒന്നും കണക്റ്റഡ് അല്ല എങ്കിൽ ആ ക്യാൻവാസിൽ വരയ്ക്കുന്നത് പരസ്പരം ഒന്നും ഒരു ബന്ധം കാണത്തില്ല. നമ്മൾ ഈശ്വരനെ ഇഷ്ടപ്പെടുന്നു, ആ ഈശ്വരൻ്റെ പ്രതിരൂപമായിട്ട് നമ്മളുടെ ഹസ്ബൻഡായാലും നമ്മുടെ വൈഫിനെ ആയാലും നമ്മുടെ കുട്ടികളെ ആയാലും നമ്മൾ കാണുന്നു. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരിൽ പിന്നെ ഈശ്വരനായിട്ട് കാണുന്നു. അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് ഈശ്വരൻ തന്ന ഒരു ജോലിയാണ്, ഞാൻ അങ്ങനെ ചെയ്യുന്നു, അത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലമൊന്നും ഞാൻ നോക്കേണ്ട കാര്യമില്ല, എന്താവും നോക്കേണ്ട കാര്യമില്ല, അതിൻ്റെ ടെൻഷൻ ഞാൻ പിടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ആ ഈശ്വരൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ പറയുന്ന മൈൻഡിൻ്റെ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഒക്കെ ആ ഒരു സ്റ്റേറ്റാണ്, ആ ഈശ്വരനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ആ ഒരു മേഖലയിലൂടെ നമ്മൾ കാണുന്നതിനെയും, ഒരു ഈശ്വരനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരു സ്പിരിച്വലി ജേർണി ചെയ്യുന്നവൻ പ്രകൃതിയിൽ പോയിരിക്കുമ്പോൾ അവിടെ ഈശ്വരൻ്റെ പ്രസൻസ് അവനറിയും. ഒരു കാറ്റടിക്കുമ്പോൾ അവനറിയും, അവനൊരു കടൽ കണ്ടാലറിയും, അവനൊരു സുന്ദരിയായിട്ടുള്ള അല്ലെങ്കിൽ സുന്ദരനായിട്ടുള്ള ഒരാളെ അവളായാലും അവനായാലും അത് കാണുമ്പോൾ അതിലെല്ലാം ആ ഡിവിനിറ്റിയെ കാണും. അപ്പം ആ ക്യാൻവാസിൽ ആ ഒരു മനോഹരമായ ഒരു ആ കണക്ഷൻ വരും എല്ലാത്തിനും. എന്നാൽ മറ്റേതെന്ന് പറഞ്ഞാൽ കണക്ഷൻ കാണത്തില്ല, കണക്ട് ചെയ്യാനായിട്ടൊന്നുമില്ല അവിടെ. രണ്ടും രണ്ട് ധ്രുവത്തിൽ നിൽക്കും. അത് നമ്മളെ കൂടുതൽ എന്തവസ്ഥയിലെത്തിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ അറിയില്ല, ആ ആളിന് തന്നെ അറിയത്തില്ല, ആളുടെ വരച്ചത് എന്താണെന്ന് അറിയത്തില്ല. അപ്പം പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇച്ചിരൂടെ അതിനെ ഒരു ആംഗിളിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഊർജം നമ്മൾ
ഒഴുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത് ഓരോ കാര്യങ്ങളിലേക്കുമാണ്. ഒരു സൈഡിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് അതിനെ നമ്മൾ സ്പോയിൽ ചെയ്യുകയാണ്. എന്നാൽ അതിനെ എല്ലാ കാര്യത്തിലും കൂടെ എല്ലാ കാര്യത്തിൻ്റെയും മൂലകാരണമായ ആ ഈശ്വരനെ, ആ ഡിവിനിറ്റിയിലൂടെ കണക്റ്റ് ചെയ്ത് അത് കോർത്ത് അതിനൊരു മീനിങ് ഫുള്ളായി അതിനെല്ലാം ഒരു കണക്ഷൻ ഉണ്ടാക്കി അത് പലതായി തോന്നാതെ ഒന്നായി തോന്നിപ്പിക്കുന്ന ഒരു ആർട്ട് ഗുരുവിൻ്റെ കൂടെ നമ്മൾ സഞ്ചരിക്കുമ്പം നമ്മൾ ഈ പറയുന്ന ക്യാൻവാസ് എന്ന് പറയുന്ന ഈ നമ്മുടെ ലൈഫ്, നമ്മുടെ ഈ പ്രപഞ്ചം അല്ലെങ്കിൽ നമ്മുടെ ഈ നിമിഷം എന്ന് പറയുന്ന ഈ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ഒരു മീനിങ് ഫുള്ളായിരിക്കും. ആ കോറിൽ നിന്നുകൊണ്ട് അവൻ്റെ ഊർജത്തിനെ അവൻ്റെ ലക്ഷ്യമാകുന്ന ആ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ അവൻ്റെ റിയൽ നേച്ചർ എന്താണോ, അവൻ്റെ ഉണ്മ എന്താണോ, അതിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് സഹായിക്കും. പറയുന്ന നമ്മളുടെ ഊർജത്തിനെ നമ്മൾ ഉപയോഗിക്കും. അറ്റ് എ മൂമെൻറ്റ് നമ്മൾ എന്തെല്ലാം കാര്യത്തിൽ പോയാലും ഇവിടെ ഈശ്വരനല്ലാതെ ഒന്നുമില്ലല്ലോ. ആ കോർ പോയിന്റിനെ കണ്ടുകൊണ്ട് മനോഹരമാക്കാൻ സാധിക്കും ലൈഫിനെ. ഇവിടെ ഒരു ഡ്യുവാലിറ്റി ഡ്യുവാലിറ്റി ഉണ്ടെങ്കിലും ആ ഡ്യുവാലിറ്റിയുടെ പുറകിലുള്ള ആ ഫാക്റ്റിനെ അറിഞ്ഞ് ആ കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത അവസ്ഥയിലോട്ട് പോകുള്ളൂ. അതിലോട്ട് പോയി അവൻ്റെ ആ ലക്ഷ്യത്തിലെത്തി കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിനോട് കൂടുതൽ അടുക്കുമ്പോൾ ഏത് ആംഗിളിൽ പോയാലും എങ്ങനെ പോയാലും ആ പറയുന്ന ആ ഫാക്റ്റ് അല്ലെങ്കിൽ ആ പറയുന്ന എല്ലാത്തിൻ്റെയും കണക്ഷൻ എന്ന് പറയുന്ന എല്ലാത്തിനെയും കണക്ട് ചെയ്യുന്ന ഒരു എന്തോ ഒന്നുണ്ട്, ഒരു മാജിക്കുണ്ട്. അത് എന്താണോ അത് ഗുരുജി പറയുന്ന ആ പ്രണയം എന്ന് പറയുന്ന അവസ്ഥ അല്ലെങ്കിൽ ആ പറയുന്ന ഹേർട്ട്, അപ്പം ആ പറയുന്ന ആ ഈശ്വരൻ, ആ ഡിവിനിറ്റിയാണത്. ആ ഡിവിനിറ്റിയിൽ നമ്മൾ നിന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ബ്യൂട്ടി എന്തെന്നുള്ളത് അത് അനുഭവതലമാണ്. അങ്ങനെ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ആ ഒരു കർമ്മം നമ്മൾ ചെയ്തു പോകുന്ന ആ കർമ്മം അത് എന്താണോ അത് ശരിക്കും ആ ക്യാൻവാസ്, നമ്മളുടെ ജീവിതമാകുന്ന ക്യാൻവാസ് നമ്മൾ വരയ്ക്കുന്ന നമ്മുടെ ഭാവന കൊണ്ട് തീർക്കുന്ന ഒരു വേൾഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഗുരുസേവ തന്നെയാണ്. അതാണ് ഗുരു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് സേവ ചെയ്യുന്നത്? നമ്മൾ ഗുരുസേവ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതൊക്കെ അങ്ങനെ ഒരു തോട്ട്, നമ്മൾ അങ്ങനെയാണല്ലോ അതിൻ്റെ മീനിങ് വരുന്നത്. പക്ഷെ ആക്ച്വലി ഗുരു നമ്മളെ ഒരു റൈറ്റ് ട്രാക്കിലാക്കി അത് വിടുമ്പോൾ അത് സംഭവിക്കുന്നതാണ്. ആ ഗുരുസേവ, ആ സേവ എന്ന് പറയുന്നത് അത് സംഭവിക്കുന്നതാണ്. അതിൻ്റെ ആ ബ്യൂട്ടിയാണ്. ആ ബ്യൂട്ടി സംഭവിക്കുക. ഒരു ചെടി നട്ട് അതിന് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ പൂ വിരിയുക എന്ന് പറയുന്ന ഒരു സേവയാണ്. ആ പൂ വിരിയുന്നത് എന്തിനു വേണ്ടിയാണ്? അതിനൊരു ബ്യൂട്ടി ഉണ്ടല്ലോ. ആ ബ്യൂട്ടി, അതിൻ്റെ ആ മധു അല്ലെങ്കിൽ അതിൻ്റെ ആ മണം, ആ പറയുന്ന ടോട്ടാലിറ്റിയെ കൂടുതൽ സുഗന്ധമുള്ളതും കൂടുതൽ സുന്ദരവുമാക്കും എന്നുള്ളതല്ലേ നമുക്കറിയാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അത് സംഭവിക്കുന്നത്. അപ്പം ഗുരുവിൻ്റെ അടുക്കെ വരുന്ന ഓരോരുത്തരെയും പറയുന്ന റൈറ്റ് ട്രാക്കിലൂടെ ഗുരു കടത്തി വിടുമ്പോൾ ആ ടോട്ടാലിറ്റിക്ക് കൂടുതൽ സൗന്ദര്യം വെച്ച് വരുന്ന ഒരു അവസ്ഥയിലോട്ടെത്തും. അങ്ങനെ എല്ലാ സാധകർക്കും ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു. ഹരി ഓം. ഗുരുജിക്കും സഹസാധകർക്കും പ്രണാമം. ഇന്നത്തെ നമ്മുടെ വിഷയം ഗുരുസേവ. ഒരു സാധകന് അവൻ്റെ സാധന ജീവിതത്തിൽ അവന് ലഭിക്കുന്ന പുണ്യമാണ് അവൻ്റെ ഗുരുവിനെ സേവിക്കുവാൻ കിട്ടുന്ന അവസരം. ആ അനുഗ്രഹം
എല്ലാവർക്കും കിട്ടണം എന്നില്ല. എന്നാൽ എല്ലായ്പ്പോഴും കിട്ടണമെന്നും ഇല്ല. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ പൂർണ്ണമായും ഗുരുവിൻ്റെ കാൽക്കൽ കർമ്മനിരതനായി നിൽക്കുക, ഗുരുമുഖത്തു നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ നിസ്സംശയം അനുസരിക്കുക, ഗുരുവിന് അപ്രിയമായവ ഒന്നും പ്രവർത്തിക്കാതിരിക്കുക. ഗുരുവിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ അഹം ഒരിക്കലും ഉയരാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കണം. ഞാനെന്ന ഭാവം ഇല്ലാതെ എല്ലാം ഗുരുവിൻ്റെ കൃപയാൽ സംഭവിക്കുന്നു എന്ന ബോധത്തോടെ പ്രവർത്തിക്കുക. എത്ര തന്നെ പരീക്ഷണങ്ങൾ ഉണ്ടായാലും ഒരിക്കലും നമ്മൾ ഗുരുവിനെ സംശയിക്കാതിരിക്കുക. നമ്മുടെ സാധനാ ജീവിതത്തിൽ വളരെയേറെ തിക്താനുഭവങ്ങൾ ഉണ്ടായേക്കാം. അപ്പോഴൊന്നും ഗുരുവിനെ തള്ളിപ്പറയാതിരിക്കുക. എല്ലായ്പ്പോഴും ഗുരുവിനോടുള്ള ഭക്തിയും ബഹുമാനവും നമ്മൾ ഉയർന്ന് നിൽക്കണം. അനുസരണയാണ് ഒരു ശിഷ്യന് ഒരു ശിഷ്യൻ്റെ ഏറ്റവും വലിയ ഗുരുസേവ എന്ന് പറയാം. നമ്മുടെ ജീവിതം തന്നെ ഗുരുസേവനത്തിനായി എല്ലായ്പ്പോഴും ഗുരുവിൻ്റെ കാൽക്കൽ സമർപ്പിച്ച് കൊള്ളുന്നു. എല്ലാവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരിയോ. ഗുരുസേവ. ഇന്നത്തെ സത്സംഗ ടോപ്പിക് ഗുരുസേവ. ആധ്യാത്മികതയിൽ ഗുരുശിഷ്യ ബന്ധം വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ബന്ധമാണ്. ഒരു പക്ഷേ ഇപ്പോൾ കുടുംബ ബന്ധം, ഇപ്പോൾ അച്ഛനമ്മയായിട്ടും അല്ലെങ്കിൽ മകനും മകളും കുട്ടികളും പേരൻസുമായിട്ടുള്ള ബന്ധത്തെക്കാളും ഒരു പടി മുകളിലാണ് ഗുരുശിഷ്യ ബന്ധം പറയപ്പെടുന്നത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പം തോന്നാം, അങ്ങനെയാണെങ്കിൽ മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നില്ലേ? അപ്പം അച്ഛനും അമ്മയും എല്ലാം കഴിഞ്ഞിട്ടല്ലേ ഗുരുവും ദൈവവും വരുന്നുള്ളൂ. അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റിന് എന്താ പ്രസക്തി എന്ന് നമുക്ക് തോന്നാം. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, മാതാപിതാ ഗുരു ദൈവം എന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് പോലും അതൊരു ആധ്യാത്മിക ഒരു ഉപദേശമാണ്. അതുപോലും ഒരു ഗുരുവാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ആ ഗുരു അങ്ങനെ പറഞ്ഞു തരുമ്പോൾ ആ ഉപദേശം സ്വീകരിക്കുന്ന ഒരു വ്യക്തിയിൽ നല്ലൊരു കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കുവാനും നല്ലൊരു ഗുരുവിൻ്റെ സ്ഥാനം മനസ്സിലാക്കുവാനും ഇതെല്ലാം കണക്ട് ചെയ്ത് നല്ലൊരു ഈശ്വരവിശ്വാസിയായിട്ട് ജീവിക്കുവാനും അവന് സഹായമാകുന്നു. പറഞ്ഞു വന്നത്, പലപ്പോഴും ഇപ്പോൾ കുടുംബം എന്ന് പറയുന്ന ഒരു യൂണിറ്റാണത്. ഇങ്ങനെ കുടുംബം, പല കുടുംബങ്ങളും ചേർന്ന്, അതായത് പല യൂണിറ്റുകൾ ചേർന്ന് വരുന്നതാണ് ഒരു സമൂഹം. ഒരു കുടുംബത്തിനകത്ത് എങ്ങനെ ജീവിക്കാം എന്ന് വീട്ടിൽ നിന്ന് നമുക്ക് അറിവ് കിട്ടുമ്പോൾ ഒരു സമൂഹത്തിൽ എങ്ങനെ നല്ലൊരു കുടുംബസ്ഥനായി ജീവിക്കാമെന്ന് ഒരു സാമൂഹ്യ ബോധം ഒരു ഗുരുവിൽ നിന്നായിരിക്കും നമുക്ക് കിട്ടുക. കേവലം ഒരു സാമൂഹ്യ ബോധം മാത്രമല്ല ഗുരുവിൽ നിന്ന് കിട്ടുന്നത്. അവിടെ ചെയ്യേണ്ട കർമ്മമെന്ത് കുടുംബത്തിലും സമൂഹത്തിലും,
അത് ധർമ്മം അനുസരിച്ച് വേണം ആ കർമ്മം ചെയ്യുവാനെന്നും കർമ്മം നമ്മൾ ധർമ്മം അനുസരിച്ച് ചെയ്യുമ്പോൾ കർമ്മത്തിൻ്റെ ഫലം നമ്മളെ ഒരു നിഴല് പോലെ പിന്തുടരാതിരിക്കുവാൻ എന്ത് ചെയ്യണമെന്നും ഇത്തരം ഉപദേശങ്ങളെല്ലാം കിട്ടുന്നത് ഗുരുവിൽ നിന്നാണ്. അപ്പോൾ ഒരു ഗുരുവിനെ ലഭിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ കടമകളും ആ കടമകൾ കാരണം അവൻ ചെയ്ത കർമ്മങ്ങളും ഇതെല്ലാം അവൻ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോഴെന്താണ്, ഒരു നിഴല് പോലെ അവിടെ ഇത് ചെയ്യുമ്പോൾ പിന്തുടരുന്നത് കർമ്മഫലം ആയിരിക്കും. അപ്പോൾ ധർമാനുസൃതം കർമ്മമനുഷ്ഠിക്കുകയും കർമ്മഫലത്യാഗം എന്ന് പറയുന്ന ഒരു വീക്ഷണത്തിൽ എങ്ങനെ കർമ്മം അനുഷ്ഠിക്കാം എന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഒരു ഗുരുവാണ്. അങ്ങനെ മനസ്സിലാക്കി ഒരു ഗുരു തരുമ്പോൾ, അതായത് വിശേഷപ്പെട്ട അറിവുകൾ നമുക്ക് പകർന്നു തരുന്ന ഗുരുവിന് നമ്മൾ എപ്രകാരമായിരിക്കും അതിൻ്റെ ഒരു എന്താ പറയാൻ ആ സേവനത്തിൻ്റെ മൂല്യം, ഗുരു നമുക്ക് ചെയ്തു തരുന്ന ആ സേവനത്തിൻ്റെ മൂല്യം ഇത്രയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് തിരിച്ചു കൊടുക്കുവാൻ സാധിക്കുന്ന ഒന്നാണോ? ഇല്ല, ഒരിക്കലും അല്ല. അപ്പം വിലമതിക്കാനാകാത്ത ചില അറിവുകൾ, അതായത് ഞാൻ ആരാണെന്നും എന്നിൽ അടങ്ങിയിരിക്കുന്ന സത്യം എന്താണെന്നും ഞാൻ ചെയ്യുന്ന കർമ്മം എന്താണെന്നും ആ കർമ്മവും ഞാനും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നും ഞാൻ ഈ കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം എന്നെ പിന്തുടരാതെ ഡിറ്റാച്ച്മെൻറ്റോടെ എങ്ങനെ കർമ്മം ചെയ്യാമെന്നും ഇതെല്ലാം വളരെ സീക്രട്ടായിട്ടുള്ള ആ നോളേജ് പങ്കുവെച്ച് തരുന്ന ഗുരുവിന് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് എന്തായിരുന്നാലും അത് സേവനം എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുമോ? ഒരു ഉദാഹരണം പറയാം. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, എനിക്ക് ഗുരുസേവ ചെയ്യാൻ പറ്റി എന്ന്. ആക്ച്വലി എന്താണ് ഈ ഗുരുസേവ? ഇത് ഈ ഉദാഹരണത്തിൽ കൂടി വ്യക്തമാക്കാൻ ശ്രമിക്കാം. നമ്മൾ ചിന്തിച്ചിട്ട് ചെയ്യുന്ന ഒന്നല്ല ഗുരുസേവ. യഥാർത്ഥത്തിൽ ഗുരുസേവ നമ്മൾ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ഗുരുസേവ എത്തിപ്പെടുമ്പോൾ നമ്മളത് ചെയ്യുന്നു. അങ്ങനെയാണ് ശരിക്കും ഒരു ഗുരുസേവ സംഭവിക്കുന്നത്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് രാമായണത്തിലെ രാമൻ സീതയെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുന്ന സമയം രാമൻ്റെ പരമഭക്തനായിട്ടുള്ള ഹനുമാൻ രാമൻ്റെ ഇച്ഛ എന്താണ് എന്ന് മനസ്സിലാക്കി രാമന് വേണ്ടിയിട്ട് സീതയെ കണ്ടെത്തി ഏൽപ്പിച്ചാൽ രാമൻ വളരെയേറെ സന്തോഷിക്കും എന്നുള്ള ഒരു ബോധ്യപ്പെടലിൻ്റെ ഭാഗമായി സീതയെ അന്വേഷിച്ച് അതിനുവേണ്ടി കാര്യം ചെയ്ത് സീതയെ രാമൻ്റെ പക്കൽ എത്തിക്കും. യഥാർത്ഥത്തിൽ രാമനോടുള്ള പരമമായ പ്രേമം ഉള്ളത് കാരണമാണ് സീതയെ കണ്ടെത്തി കൊടുക്കുന്നതാണ് ഉചിതമെന്നുള്ള ഒരു കർമ്മം ആ ഹനുമാനെ തേടിയെത്തിയത്. അപ്പോൾ സീതയെ കണ്ടുപിടിച്ച് കൊണ്ടുവരാം എന്നുള്ളതല്ല ഫസ്റ്റ് ഉണ്ടായ ഒരു തോട്ട്. രാമനോടുള്ള പ്രണയം അല്ലെങ്കിൽ ആ പ്രേമഭാവമാണ് അല്ലെ ദാസഭാവമാണ് ആ കർമ്മം ഹനുമാനെ തേടിയെത്തിയത്. അപ്പോൾ ഗുരുവിനോടുള്ള ഭക്തി പ്രേമം നമ്മൾ ഉയർന്നു വരുമ്പോഴാണ് ഗുരുസേവ അല്ലെങ്കിൽ ഗുരുസേവയുടെ അവസരം അവനെ തേടിയെത്തുന്നത്. ഗുരുവിനോടുള്ള പ്രേമം നമ്മൾക്കില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, നമുക്കൊരിക്കലും സേവ ചെയ്യാൻ പറ്റില്ല. സേവ ചെയ്യുന്നത് നമ്മുടെ ഡിസിഷൻ ആണെങ്കിൽ എപ്പോഴും ആണെങ്കിലും സംഭവിക്കാമല്ലോ, പക്ഷെ അത് ചെയ്യാൻ പറ്റില്ല. ഗുരുവിനോടുള്ള പ്രേമം വളരുമ്പോൾ മാത്രം അവനെ തേടിയെത്തുന്ന
എത്തുന്ന ഒന്നാണ് ഗുരുസേവ. അവന് മാത്രമേ ഗുരുസേവ ചെയ്യുവാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഗുരുസേവയുടെ പ്രാധാന്യം എത്രമാത്രം ഉണ്ടെന്ന്. വീണ്ടും നമ്മളത് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഗുരുസേവ എന്നുള്ളത്, ഇപ്പൊ ഗുരു നമ്മളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ നമുക്ക് എങ്ങനെ ഗുരുസേവ ചെയ്യാൻ സാധിക്കും? ഒന്നും ആഗ്രഹിക്കാത്തവനെ ഏത് രീതിയിൽ നമ്മൾ സേവിക്കും? അതുകൊണ്ടാണ് പറഞ്ഞത്, ഗുരുസേവ നമ്മളുടെ ഡിസിഷൻ പ്രകാരമല്ല ചെയ്യുന്നത്, അത് നമ്മളെ തേടി എത്തുന്നതാണ്. അതൊരു ഡിവൈൻ അവസ്ഥയാണത്. നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ രാമായണം, അതായത് രാമായണത്തിൽ പല 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 കഥാപാത്രങ്ങളുണ്ട് അല്ലേ? അതിൽ രാമനോട് ചേർന്നിരിക്കുന്ന കുറേ കഥാപാത്രങ്ങളുണ്ട്. രാമൻ്റെ എതിർവശത്ത്, അതായത് ശത്രുപക്ഷത്തിരിക്കുന്ന കുറേ കഥാപാത്രങ്ങളുണ്ട്. എന്തുകൊണ്ട് ഇത്തരം കഥാപാത്രങ്ങൾ അവിടെ സംഭവിച്ചു? ഒരു കാര്യം വ്യക്തമാണ്, അവരുടെ മാനസിക തലം, രാമനോടുള്ള മാനസിക തലം അനുസരിച്ചിട്ടാണ് അടുത്ത് നിന്നതും അല്ലെങ്കിൽ ഓപ്പോസിറ്റായി പോയതും. ആ സ്ഥാനങ്ങൾ, അവർക്ക് അത്ര സ്ഥാനങ്ങൾ കിട്ടിയത് അവരുടെ മാനസിക തലങ്ങൾ അനുസരിച്ചിട്ടാണ്. അത്തരത്തിലാണ് നമ്മൾ ഗുരുസേവയും കാണേണ്ടത്. നമ്മുടെ ഗുരുവിനോടുള്ള മാനസിക തലം അനുസരിച്ചിട്ടാണ് ആ ഗുരുസേവയ്ക്കുള്ള അവസരം ഒരു വ്യക്തിയിൽ എത്തിപ്പെടുന്നത്. അതൊരു ഡിവൈൻ പ്രോസസ്സ് എന്ന് പറയാൻ കാര്യം അതുകൊണ്ടാണ്. ഇനി ഈ പോയിന്റിലോട്ട് വരാം. നമ്മളിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കുന്നില്ല എങ്കിൽ, ഗുരു ഒന്നും ആഗ്രഹിക്കുന്നില്ലെങ്കിൽ എങ്ങനെ ഗുരുവിനെ സേവിക്കുവാൻ സാധിക്കും? എങ്ങനെ ഗുരുവിനെ സേവിക്കും? നമ്മളെല്ലാവരും ഭാഗവതത്തിൽ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഗോപികൾ വെണ്ണ ഭഗവാന് കൊണ്ട് കൊടുക്കുകയും ഭഗവാൻ ആ വെണ്ണയെ കഴിച്ചിട്ട് വളരെ ആനന്ദത്തോടെ ഇരിക്കുന്നു എന്ന്. ഇത് കാണുമ്പോൾ ഗോപികൾക്ക് ഭയങ്കര സന്തോഷമാവും. കാര്യം എന്താണ്? കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വസ്തു ഭഗവാന് കൊടുക്കുവാൻ സാധിച്ചു, ആനന്ദിപ്പിക്കുവാൻ സാധിച്ചു എന്ന്. ഇതേ ഭാഗവതം തന്നെ പറയുന്നുണ്ട്. നമ്മൾ കുറച്ചുകൂടി ചിന്തിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിച്ചവനാണ് കണ്ണൻ അല്ലെങ്കിൽ ഭഗവാൻ. ഭഗവാൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എങ്കിൽ പ്രപഞ്ചത്തിലുള്ള ഒരു പ്രോഡക്റ്റായ വെണ്ണയും സൃഷ്ടിക്കുവാൻ സാധിക്കില്ലേ? അങ്ങനെ അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് കഴിക്കാമല്ലോ. അത് ഗോപികൾ തന്നെ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പം അദ്ദേഹത്തിന് പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ പറ്റുമെങ്കിൽ വെണ്ണയും സൃഷ്ടിക്കുവാൻ സാധിക്കും, അദ്ദേഹത്തിന് കഴിക്കുവാൻ സാധിക്കും. പക്ഷേ ഗോപികൾ കൊണ്ടു കൊടുത്തപ്പോൾ, അല്ലെങ്കിൽ ഗോപന്മാർ കൊണ്ടുപോയി കൊടുത്തപ്പോൾ അദ്ദേഹം ആനന്ദത്തോടെ കഴിച്ചു എന്ന് പറയുന്നത് വെണ്ണ കഴിച്ച ആനന്ദമല്ല, അത് അവരുടെ മെൻറ്റാലിറ്റി, ഗോപികളുടെ മനോഭാവത്തെയാണ് അദ്ദേഹത്തിന് ആനന്ദം നൽകിയത്. അപ്പോൾ ഒരു ഗുരുസേവയും അപ്രകാരം നമ്മൾ ചിന്തിക്കേണ്ടതായി വരും. ഗുരുസേവ എന്ന് പറയുന്നത്, അവിടെ ഗുരുസേവയ്ക്കല്ല പ്രാധാന്യം, അവിടെ സംഭവിക്കുന്ന ആ ഡിസേബിളിൻ്റെ മെൻറ്റാലിറ്റിയാണ്. ആ മെൻറ്റാലിറ്റിയാണ് നമുക്ക് ശരിക്കും ബ്ലെസ്സിങ് ആയിട്ട് അവിടെ സംഭവിക്കുന്നത്. അതില്ലെങ്കിൽ ആ അവസരം, അവൻ്റെ ആ മെൻറ്റാലിറ്റിയാണ് അവിടെ ഗുരുസേവ അവനിലേക്ക് എത്തിപ്പെടുന്നതും അവനത് ചെയ്യാൻ പറ്റുന്നതും അവനത് ബ്ലെസ്സിങ് ആയിട്ട് മാറുന്നതും. ഈ ഒരു ടോപ്പിക്, ഗുരുസേവ എന്ന് പറയുന്ന ടോപ്പിക്ക്, പ്യുവറായിട്ട് 100% സാധനയിൽ മുങ്ങി നിൽക്കുന്ന സാധകർ, ആ സാധന ജീവിതത്തിൽ മുങ്ങി നിൽക്കുന്ന സാധകർക്ക് മാത്രം ഫീൽ ചെയ്യാനും അനുഭവിക്കാനും ആനന്ദിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഗുരുസേവ. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ, ഭഗവാൻ സാന്ദീപനി മുനിയിൽ അവിടെ ഗുരുകുലവാസം ചെയ്യുകയും അവിടെ കുറേ സർവീസ് ചെയ്യുകയും പഠനങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന്, വേദപഠനവും മറ്റുമെല്ലാം പഠിച്ചു എന്ന് പറയും. ഭഗവാൻ അവിടെ നിന്ന് അങ്ങനെ ഗുരുവിൻ്റെ കീഴിൽ നിന്ന് സേവ ചെയ്ത് പഠിച്ചു എന്ന് പറയുന്നത് എന്തിനാണ്? അതൊരു മാതൃക നമുക്ക് കാട്ടിത്തരുന്നതാണ്. കാര്യം നമ്മൾ സെൽഫ്ലെസ് ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ നമ്മളിൽ ഒരു അറിവ് നമ്മളിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. അല്ലാതെ അത് ഒരിക്കലും
അറിവ് പ്രവേശിക്കില്ല. ബൈബിളിലൊക്കെ പറയുന്നത് പോലെ കിളച്ച മണ്ണിൽ മാത്രമേ ആ വിത്ത് മുളച്ചു വരികയുള്ളൂ എന്ന്. അപ്പം ആന്തരിക ശുദ്ധിക്കാണ് ഇത്തരം സേവകൾ അവിടെ ഇങ്ങനെ. ആ സേവന മനോഭാവത്തോടെ നിൽക്കുന്ന മാനസികാവസ്ഥ ഉള്ളവനാണ് ഈ അറിവ് മുളയ്ക്കുന്നത് അവിടെ. അല്ലാതെ സേവന മനോഭാവം ഇല്ലാതെ ഒരിക്കലും ഈ അറിവുകൾ ഒരിക്കലും മുളയ്ക്കില്ല. ഇതൊക്കെ ഇങ്ങനെ നമ്മളിലോട്ട് ഇങ്ങനെ കേട്ടു പോകത്തേ ഉള്ളൂ. ഇതൊന്നും നമുക്ക് ചെയ്യുവാൻ പറ്റാതായി പോകും. അപ്പോൾ നമ്മളുടെ ഫുൾ ആറ്റിറ്റ്യൂഡ്, മെൻറ്റാലിറ്റി എല്ലാം ചേഞ്ചായി വരുമ്പോൾ മാത്രമാണ് ഇതെല്ലാം വർക്കൗട്ട് ആവുന്നതും ഗുരുസേവയ്ക്കുള്ള അവസരങ്ങളും ഉണ്ടാവുന്നതും. ഇത് കണക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു പർട്ടിക്കുലർ സിറ്റുവേഷൻ പറയാം. ഒരു സെൻ ആശ്രമം. ഈ സെൻ ആശ്രമത്തിൽ ഒരു ധ്യാന ഗുരു തൻ്റെ പ്രിയപ്പെട്ട വളർത്തു നായയായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗുരു അവിടെ ഇരിപ്പുണ്ട്. ആ ഗുരുവിൻ്റെ മുന്നിൽ ഈ വളർത്തു നായി വാലാട്ടി അവനെ ശ്രദ്ധിക്കുവാൻ, അതായത് ഗുരു അവനെ ശ്രദ്ധിക്കുവാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട്, അവൻ ഗുരുവിനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ചുറ്റിനും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഗുരു എന്ത് ചെയ്യുന്നു? കയ്യിലിരുന്ന ഒരു ഉണക്കവടി ദൂരെയിട്ടും വലിച്ചെറിയും. അപ്പോൾ ഈ നായ്ക്കുട്ടി ഓടിപ്പോയി അതിനെ കടിച്ചെടുത്ത് ഗുരുവിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുകയാണ്. ഈ സമയം ആ നായ്ക്കുട്ടിയുടെ ചിന്താഗതി എന്തെന്നറിയാമോ? എൻ്റെ ഗുരുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ആ കയ്യിലിരിക്കുന്ന വടി. അത് കയ്യിൽ നിന്ന് എന്തോ അബദ്ധവശാൽ വല്ലതും തെറിച്ച് പോയിട്ടുണ്ടാവാം. അപ്പോൾ ആ തെറിച്ച് പോയ വടി പെട്ടെന്ന് തന്നെ കടിച്ചു കൊണ്ടുവന്ന് കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ഗുരുവിന് സന്തോഷമാവും, എന്നെ കൂടുതൽ സ്നേഹിക്കും. ആ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഓടിപ്പോയി ആ വടി കടിച്ചെടുത്ത് കൊണ്ടുവന്ന് ഗുരുവിന് കൊടുക്കുന്നത്. ഓരോ നിമിഷം ഗുരു എറിയുമ്പോഴും, വടിയെ ദൂരോട്ട് എറിയുമ്പോഴും ഈ നായ്ക്കുട്ടി ആ വടിയും ഗുരുവും തമ്മിലുള്ള ദൂരത്തെ കുറച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ വളരെ കുറേ നേരം ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു ശിഷ്യൻ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പതുക്കെ ഗുരുവിൻ്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ഗുരു ഒരു സംശയം ചോദിച്ചോട്ടെ എന്ന് പറയും. അപ്പോൾ എന്താണ് നിൻ്റെ സംശയം? അപ്പോഴേ പറഞ്ഞു, നമ്മൾ പഠിച്ച സിദ്ധാന്തങ്ങൾ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ കേട്ട കുറേ കാര്യങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ ഒരു നായ്ക്കുട്ടിയെ വളർത്താൻ പാടുണ്ടോ? ഒരു വളർത്തു നായയെ പരിപാലിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഇത് കേട്ടിട്ട് ഗുരു ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിച്ചപ്പോൾ ഈ നായ്ക്കുട്ടി കൂടുതൽ വാലാട്ടും. നായ്ക്കുട്ടി അവിടെ അപ്പോഴും ചിന്തിച്ചത് എന്താണ്? താൻ ഇങ്ങനെ വടിയെടുത്ത് കൊടുക്കുന്നതിൽ തൻ്റെ ഗുരു ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരുവിൻ്റെ സന്തോഷം കണ്ടപ്പോൾ നായ്ക്കുട്ടിക്ക് ഭയങ്കര ഉത്സാഹമായി. അപ്പോൾ ഇവരുടെ ഈ ബന്ധം കണ്ടപ്പോൾ ഈ ശിഷ്യൻ ഒന്ന് തലകുനിച്ച് അങ്ങനെ നിൽക്കും, ഒന്നും പറയാതെ. അപ്പോൾ ഗുരു പറയും, നീ അക്ഷരങ്ങളിലും വാക്കുകളിലും കുടുങ്ങിപ്പോയിരിക്കുന്നു. നീ കുടുങ്ങാതിരുന്നുവെങ്കിൽ നീ ഈ ചോദ്യം എന്നോട് ചോദിക്കില്ലായിരുന്നു. അപ്പം താൻ ചോദിച്ചത് ഒരു വിഡ്ഢിതമായി പോയി എന്നുള്ള രീതിയിൽ ആ ശിഷ്യൻ ഇങ്ങനെ ഒന്നും പറയാതെ മര്യാദയ്ക്ക് നിൽക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, എൻ്റെ കൂടെ ഇങ്ങ് വരൂ എന്ന് പറഞ്ഞു. തൊട്ടടുത്തൊരു കുന്നിൻ ചെരുവുണ്ട്. ഇവരങ്ങോട്ട് നടന്നു പോവുകയാണ്. ഇവരെ പുറകെ നീ നായ്ക്കുട്ടിയും നടന്നു പോകുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഞാൻ തെളിയിച്ചു തരാം. നമ്മളെപ്പോഴും സിദ്ധാന്തങ്ങളും അല്ലെങ്കിൽ വാക്കുകളിലും കുടുങ്ങരുത്. അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ഉൾക്കൊള്ളുവാൻ. എന്നിട്ട് പറഞ്ഞു, നോക്കൂ, ഞാൻ ഈ വടി എത്ര ദൂരം എറിഞ്ഞാലും ഈ നായ്ക്കുട്ടി ഓടി വന്ന് അത് കൊണ്ട് കടിച്ച് നമ്മളെ കയ്യിൽ കൊണ്ട് തരും. ഈ നായ്ക്കുട്ടിയോട് ഞാൻ വേറൊരു കാര്യം പറയുകയാണ്. അപ്പോഴാ നായി എന്താണ് ശ്രദ്ധിക്കുന്നത്, അല്ലെ എന്താ ചെയ്യുന്നത് നീ നോക്കിയോളൂ എന്ന് പറയും. എന്നിട്ട് ഗുരു ആകാശത്തിൽ
ഒരു വലിയ അമ്പിളിയമ്മാവ് നിൽക്കുന്നതാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ നായ്ക്കുട്ടിയുടെ അടുത്ത് പറയാൻ പോവുകയാണ് ആ അമ്പിളിയമ്മാവനെ പിടിച്ചു തരാൻ. അപ്പോൾ ഈ ശിഷ്യൻ അതിശയത്തോടെ നോക്കുകയാണ്, ഇത് പോസിബിൾ അല്ലല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞാൽ ഈ നായ്ക്കുട്ടി എന്ത് ചെയ്യും എന്നറിയാൻ വേണ്ടി അത്ഭുതത്തോടെ നോക്കിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ നോക്കി നിന്നപ്പോൾ ഈ ഗുരു പറഞ്ഞു, നായ്ക്കുട്ടി അടുത്ത് പറഞ്ഞു, ഇതാ ആ അമ്പിളിയമ്മനെ ഒന്ന് പിടിച്ചു തരൂ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞതും നായ്ക്കുട്ടി ഇങ്ങനെ മുകളിലോട്ട് നോക്കി. അപ്പം ഗുരു ആ ശിഷ്യനോട് ചോദിച്ചു, പ്രിയനെ നീ ഇപ്പം എന്താ കാണുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അങ്ങ് പറഞ്ഞതിനെ ആ നായ്ക്കുട്ടി ശ്രദ്ധിച്ചു. അപ്പോൾ പറഞ്ഞു, അതല്ല, ആ നായ്ക്കുട്ടി എങ്ങോട്ടാണ് നോക്കിയത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ ശിഷ്യൻ വീണ്ടും ശ്രദ്ധിച്ചിട്ട് പറഞ്ഞു, ആ നായ്ക്കുട്ടി നോക്കിയത് അങ്ങയുടെ വിരലിലാണ് എന്ന് പറഞ്ഞു. അപ്പോഴേ ശരിക്കും ഞാൻ നായ്ക്കുട്ടിയുടെ എന്താ പറഞ്ഞത്? അമ്പിളിയമ്മാവനെ പിടിച്ചു തരൂ എന്നാണ് പറഞ്ഞത്. അമ്പിളിയമ്മാവനെയാണ് ഞാൻ ലക്ഷ്യമിട്ടത്. പക്ഷെ നായ്ക്കുട്ടി നോക്കിയതോ വിരലിലാണ്. അതിന് കാര്യം മനസ്സിലായില്ല. എന്തിനെയാണോ ചൂണ്ടിയത് അതിനെയല്ല അത് കണ്ടത്. എന്തിനെയാണോ ചൂണ്ടിയത് അതിനെയല്ല അത് കണ്ടത്. അതേസമയം ചൂണ്ടിയത് എന്താണോ അതിനെ മാത്രമാണ് കണ്ടത്. അത് ചൂണ്ടാൻ ഉപയോഗിച്ച ഇതിനെ മാത്രമാണ് അത് കണ്ടത്. അപ്പോഴെന്താണ് ലക്ഷ്യത്തെ അല്ല അത് കണ്ടത്. അപ്പോൾ പലപ്പോഴും ഇത്തരത്തിലായിരിക്കും കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ശിഷ്യന് ബോധ്യമായി, നായ്ക്കുട്ടികളെ വളർത്താൻ പാടില്ല എന്ന് അല്ല ആ ഒരു പിന്നെ അഡ്വൈസ്, അല്ലെങ്കിൽ അന്ന് ഉണ്ടായിരുന്ന ഒരു നിയമമെന്നോ എന്ത് വേണമെങ്കിലും പറയാമോ, കൽപ്പനകളെന്നോ, അതല്ല. നായ്ക്കുട്ടി വളർത്താൻ പാടില്ല എന്നുള്ളതല്ല അതിൻ്റെ ഉദ്ദേശം. നമ്മൾ എന്തൊക്കെ ചെയ്താലും ഡിറ്റാച്ച്മെൻറ്റോടെ ചെയ്യാൻ നമുക്ക് പറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിനെ സ്നേഹിക്കരുത്, ലാളിക്കരുത്, കരുണ കാണിക്കരുത് എന്നല്ല അതിൻ്റെ അർത്ഥം. ഇതൊക്കെ കാണിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അറ്റാച്ച്ഡായി പോകും എന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലക്ഷ്യത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോഴാണ് ആ ശിഷ്യന് ശരിക്കും മനസ്സിലായത്, ശരിയാണല്ലോ, ശരിക്കും ഞാൻ വെറും വാക്കുകളിലാണല്ലോ ഞാൻ കുടുങ്ങിപ്പോയത് എന്ന്. അപ്പോൾ ഈ ഒരു മെസ്സേജ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ ശിഷ്യൻ ശരിക്കും ചിന്തിക്കുകയായിരുന്നു. അപ്പം ഒരു ഗുരുവിൻ്റെ റോൾ നമ്മൾ മനസ്സിലാക്കുന്ന ആധ്യാത്മികതയുടെ അതിൻ്റെ അന്തസ്സത്ത് നമുക്ക് ശരിക്കും ലൈവായിട്ട് വെളിപ്പെടുത്തി തരുന്നത്, പ്രാക്ടിക്കലായിട്ട് വെളിപ്പെടുത്തി തരുന്നത് ഒരു ഗുരുവിൻ്റെ ഒരു വലിയ ഒരു സാന്നിധ്യത്തിൽ കൊണ്ട് മാത്രമേ നമുക്കത് നമ്മളിലോട്ട് അത് പ്രവേശിക്കത്തുള്ളൂ. അതല്ലെങ്കിൽ എന്ത് പറ്റും, നമ്മൾ നമ്മുടേതായ ഇൻ്റർപ്രിട്ടേഷനിൽ ഇങ്ങനെ കുടുങ്ങി യാഥാർത്ഥ്യത്തെ ഒട്ടും ഉൾക്കൊള്ളാതെ നമ്മൾ ജീവിക്കും. അപ്പോൾ ഇത്രയും ഒരു എന്താ പറയുന്ന ഒരു അറിവിൻ്റെ ഒരു വിസ്ഫോടനം നമ്മളിൽ ഉണ്ടാക്കി തരുന്ന ഗുരുവിനെ നമ്മൾ എങ്ങനെ സേവ ചെയ്യും? അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഗുരുവിൻ്റെ മുന്നിൽ തുറന്ന് നിൽക്കുക, തുറന്ന മനസ്സോടെ നിൽക്കുമ്പോൾ നമ്മളെ തേടി ഗുരുസേവ എത്തും. ആ ഗുരുസേവയാവുന്ന അകർമ്മം നമ്മളെ തേടി എത്തും. അപ്പോഴാണ് നമുക്കത് ചെയ്യുവാനുള്ള ഒരു എന്താ പറയാൻ ചാൻസ് എന്ന് തന്നെ പറയാം. ആ ചാൻസ് നമുക്ക് കിട്ടുന്നത് അപ്പോഴാണ്. അതായിരിക്കും നമ്മളെ ബ്ലെസ്സിങ്ങിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്നത്. ഓരോ സാധകർക്കും ആ ശരിയായ എന്താ പറയാൻ സാധനയുടെ ശരിയായ ദിശയിൽ സഞ്ചരിക്കുവാനും എല്ലാ ചാൻസുകളും കിട്ടുവാനും അർഹിക്കുന്ന എല്ലാ ബ്ലെസ്സിങ്ങും നേടുവാനും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം.